നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ കാറിൽ ആദ്യത്തെ ട്രിപ്പ് പോകാൻ പോവാണ്. കിഷ്ണർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടുത്തെ ഹ്യൂറോൺ നാച്ചുറൽ ഏരിയയിലേക്കാണ് പോകുന്നത്. അത് ഏകദേശം ഒരു 35-40 മിനിറ്റ് എടുക്കും നമ്മളെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. ടിമോട്ടൻസ് പോയി ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. കാനഡയിൽ ഫോൾ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ട് സൈഡും കാണാൻ വേണ്ടിയിട്ട് റോഡിന്റെ. കാനഡയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് എല്ലാ സീസൺസും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓരോ സീസൺസിലുള്ള കളർ ചേഞ്ചും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നമ്മളത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനും ശ്രമിക്കാറുണ്ട്. ഞാൻ കുറേ കാലമായി യൂട്യൂബിൽ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. ശില്പേൻ്റെ വീഡിയോസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്രയോ കാലമായല്ലോ കണ്ടിട്ട്, എന്ത് പറ്റി, എന്താ ഇടാത്തത് എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുത്തനും ചോദിച്ചിട്ടില്ല. പിന്നെ എൻ്റെ വീഡിയോസിന് വേണ്ടി കാത്തു നിൽക്കുന്ന 2 പേരുണ്ട്. ഒന്ന് എൻ്റെ അച്ഛനും 2 എൻ്റെ അമ്മയും. അവർ പിന്നെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിക്കും എന്താ വീഡിയോ ഇടാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഹാപ്പി ആണെങ്കിൽ എനിക്ക് സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ് ഈ വീഡിയോ ഇടലെന്ന് അവർക്കറിയാം. അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ സങ്കടമോ ഇല്ലെങ്കിൽ തിരക്കോ ഒക്കെ ആണെങ്കിലാണ് ഞാൻ പൊതുവെ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചൊരു സൈലൻ്റ് ആവാറ്. അപ്പം അവരിങ്ങനെ ചോദിക്കും എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ടഫുള്ള പരിപാടിയാണ്. ഈ വീഡിയോഗ്രാഫറും എഡിറ്ററും ആക്ടറും ഒക്കെ നമ്മൾ തന്നെ ആയതുകൊണ്ട്, പിന്നെ ഇതിലാണെങ്കിൽ നല്ലൊരു കഴിവേറിയാണ് ഞാൻ എന്നുള്ളത് കൊണ്ടും നല്ല ടഫാണ് എനിക്ക്. അപ്പം നിങ്ങൾ ചോദിക്കും എന്നാൽ പിന്നെ നീ എന്തിനാ ഈ വീഡിയോസ് ഇടുന്നത്, ആകെ 100 വ്യൂസും ഉണ്ട്, എന്നിട്ട് എന്ത് തേങ്ങയാണ് നീ ഈ വീഡിയോസ് കഷ്ടപ്പെട്ട് ഇടുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇടുന്നത് എന്നുള്ളത് ചോദിക്കും. അപ്പം അങ്ങനെയല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ഇടുക എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട്. അപ്പം നമ്മൾ കുറേ കാലം ജീവിച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പം ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാവും ഈ വീഡിയോസ്. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആംഗിളിൽ വെച്ചാലേ എനിക്ക് ഭംഗിയുള്ളൂ, ഇന്ന ഡ്രസ്സ് ഇട്ടാലേ ഭംഗിയുള്ളൂ, ഇന്ന ഹെയറിൽ ഇങ്ങനെ കെട്ടിയാലേ ഭംഗിയുള്ളൂ, അങ്ങനത്തെ കുറേ കോൺസെപ്റ്റുകൾ എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ തന്നെ എനിക്കും ഉണ്ട്. അപ്പം അങ്ങനത്തെ ഇൻസെക്യൂരിറ്റീസ് എന്ന് അതിന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് സത്യമായിരിക്കും. പക്ഷെ അങ്ങനത്തെ എല്ലാ ബൗണ്ടറീസും കഴിയുന്നതും അങ്ങനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ഈ വ്ളോഗിങ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനേക്കാളൊക്കെ വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോ എടുക്കലും ഈ ഇതിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും പഠിക്കാനും അറിയാനും ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് ഒരു പാഷൻ എന്നുള്ള രീതിയിൽ. നമ്മൾ ഇന്ന് മെയിൻലി വന്നത് ഈ ഫോൾ കളേഴ്സ് ഒക്കെ കാണാനായിരുന്നു. ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ നേരെ ഏതെങ്കിലും കേരള റെസ്റ്റോറൻറ്റിൽ പോവുക, ഫുഡ് കഴിക്കുക, വീട് പിടിക്കുക, അതാണ് നമ്മളെ ലക്ഷ്യം. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം.